ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് രാവിലത്തെ വിശേഷങ്ങളൊന്നും ഇപ്പോൾ ഞാൻ അധികം വീഡിയോയിൽ കാണിക്കണില്ല. സാധാരണ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ അതുകൊണ്ട് റെസിപ്പി ആയിട്ടൊന്നും കാണിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് വെറുതെ വീഡിയോ എടുത്ത് സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും അതേപോലെ പിന്നെ ഇപ്പോൾ ഇന്ന് നോമ്പാണിത്, മുഹറം 9 അന്നെടുത്ത വീഡിയോ കേട്ടോ, ഇന്നലത്തെ വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചക്കൊക്കെയുള്ള കുക്കിംഗ് ഒന്നും അധികമില്ല. അപ്പോൾ കുട്ടികൾക്ക് നോമ്പ് നോൽക്കാത്തവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിനി. അതേപോലെ തന്നെ കുറച്ച് പച്ചരിയൊക്കെ ഇട്ടാണ്ട് അങ്ങനെ കുക്കറിൽ ചോറും വെച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്നത് നമുക്ക് കടയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊക്കെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. നെയ്യപ്പം അതേപോലെ പിന്നെ കട്ട്ലേറ്റ്, സമൂസ അതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നെയ്യപ്പത്തിനുള്ള മാവ് അരച്ച് വെക്കുകയാണ്. പിന്നെ നമ്മളെ സംരംഭം ചെറിയൊരു സംരംഭമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ട്, കൂടുതലായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കലില്ല. ഉണ്ടാക്കുന്നത് ചിലവായി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ പോരും ചെയ്യും കേട്ടോ. പിന്നെ ഇപ്പോൾ നോമ്പല്ലേ, അപ്പോൾ നോമ്പ് തുറക്കാനാകുമ്പോഴത്തേന് നമുക്ക് ഇങ്ങോട്ട് വീട്ടിലേക്ക് എത്തും വേണം. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ പോവുക. അപ്പോൾ മാവൊക്കെ ഇവിടുന്ന് റെഡിയാക്കി കൊണ്ടുപോകും. അവിടെ നിന്നാണ് ചൂടൊക്കെ ചെയ്യുക കേട്ടോ. അതേപോലെ സമൂസയൊക്കെ പിന്നെ അവിടെ നിന്ന് തന്നെയാണ് ഉണ്ടാക്കൽ. അതേപോലെ പഴംപൊരിക്കുള്ള മാവും ഒക്കെ ഇവിടെ നിന്ന് കൂട്ടിയിട്ട് പോവും. അപ്പോൾ ഞാൻ നെയ്യപ്പത്തിനുള്ള മാവ് റെഡിയാക്കി വെച്ചു. അതേപോലെ പഴംപൊരിക്കുള്ള മാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എപ്പോഴും വീഡിയോയിൽ കാണിക്കണതല്ലേ, അപ്പോൾ അതുകൊണ്ട് അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് കലത്തപ്പാണ്, കുക്കറപ്പല്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഓർഡർ ഉള്ളതാണ്. അപ്പോൾ ഞാനൊരു 1.5 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതാ ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 സ്പൂണ് ചോറ് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായും കുറച്ച് നല്ല ജീരകം, ഒരു 1/4 സ്പൂണിലും അതിൻ്റെ പകുതി കേട്ടോ നല്ല ജീരകം, അതേപോലെ ഒരു 3-4 ഏലക്കായും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് അരച്ചെടുത്തു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. പിന്നെ അതിലേക്ക് അരച്ചെടുത്ത് കൊണ്ടുവന്നതിന് ശേഷം അതിലേക്ക് ഒരു 3-4 സ്പൂണ് മൈദയും കൂടെ ചേർത്ത് വീണ്ടും എടുത്തിട്ടോ. എന്നിട്ട് ഇതാ ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ചൂടുള്ള ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശർക്കരപ്പാനി നല്ല ചൂടുമാണ് കേട്ടോ ഈ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ. അപ്പം തന്നെ മിക്സ് ചെയ്തെടുക്കും വേണം, അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇങ്ങനെ കട്ട കെട്ടിയിട്ട് നിൽക്കും മാവ്. ഇങ്ങനെ ശർക്കരപ്പാനി നല്ല ചൂടോട് കൂടിയിട്ട് നമ്മൾ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ആരെടുത്തിട്ടുള്ള നല്ലോണം പൊങ്ങി വന്നിട്ടുള്ള നല്ല അടിപൊളി കുക്കറപ്പം കിട്ടും കേട്ടോ. കുക്കറപ്പം കലത്തപ്പം എന്നൊക്കെ പറയും. നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് കുക്കറപ്പം എന്ന് പറയുന്നു. അപ്പോൾ അതേപോലെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. മാവൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു 1/4 സ്പൂണൊക്കെ മതി കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ശർക്കരൻ്റെ അളവ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ, 1.5 കപ്പ് പച്ചരിയും അതേപോലെ 4 സ്പൂൺ മൈദയും 2 സ്പൂൺ ചോറും പിന്നെ ശർക്കര ഒരു 3 അച്ച് ശർക്കര കേട്ടോ ഞാൻ എടുത്തിരുന്നത്. മധുരം ഇതിലേറെ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ നിങ്ങൾക്ക് ശർക്കര ചേർക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്തോണ്ടി. അപ്പോൾ ഇനി ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയും നെയ്യും മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഞാൻ അപ്പോൾ വെളിച്ചെണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി, കുറച്ച് വലിയ ചെറിയ ഉള്ളിനും, അപ്പോൾ അത് തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്ത് അതിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലിട്ടിട്ട് ഒന്നുകൊണ്ട് നല്ലോണം മൂക്കണ്ട, ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്തും അതിക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതുപോലെ കുക്കറപ്പം ഉണ്ടാക്കിയാൽ. എല്ലാവരും ഇങ്ങനെ തന്നെ ആവും ഉണ്ടാക്കുക. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരണതിന് നല്ലോണം കരിയാനൊന്നും നിൽക്കരുത് കേട്ടോ. ഒരു പാകത്ത് മൂപ്പാവുമ്പോൾ നമുക്ക് ഈ ഒരു എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് അതിലുണ്ടായി വിചാരിച്ചിട്ട് കുഴപ്പമില്ല, നമ്മൾ കലത്തപ്പത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടായിക്കോളും. അപ്പം കുറച്ചധികം തന്നെ കോരി മാറ്റണുണ്ട് കേട്ടോ. ഒരു പ്ലേറ്റിക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇത് മൂത്ത് വന്നപ്പോൾ. ചെറിയുള്ളി വേഗം കരിയും കേട്ടോ, അപ്പോൾ അത് നോക്കണം. ഫ്ലെയിം കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു പാകത്ത് മൂപ്പാവുമ്പം എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. അപ്പോൾ അത് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് ഇനി തീ. അപ്പോൾ ഇനി നമുക്ക് ഒരു കുക്കറും എണ്ണയൊക്കെ നല്ല ചൂടുമാണ്. ആ ഒരു ചൂടോട് കൂടിയിട്ട് നമുക്ക് ആ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കുക്കർ ഉള്ളത്.
അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് മാവ് നല്ല ലൂസല്ലേ, അപ്പോൾ ഇതെങ്ങനെ ഇനി വരിക എന്നൊക്കെ തോന്നും. പക്ഷേ നല്ല അടിപൊളി കലത്തപ്പമായിട്ട് കിട്ടും കേട്ടോ. കലത്തപ്പം കുക്കറപ്പം എന്നൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, കുക്കറപ്പം എന്ന് പറയല്ലേ നമുക്ക്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ആ ഒരു തേങ്ങാക്കൊത്തിൻ്റെയും ചെറിയ ഉള്ളിൻ്റെയും ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇനി അത് നമുക്ക് അതിൻ്റെ മേലേക്ക് ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ കുക്കർ അടച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കരിഞ്ഞു പോകുന്ന പേടിയുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒരു തട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ തട്ട് നല്ലോണം ചൂടായിട്ട് ഇപ്പം തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ വെക്കണുണ്ട്. ഞാൻ വെച്ചത് വീഡിയോ എടുത്തിന്, പക്ഷേ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല ഇനി തോന്നുന്നുണ്ട്. ഇത് അതുപോലെ കുക്കർ അടച്ച് അതിൻ്റെ വിസിൽ വേണ്ട കേട്ടോ, വിസിൽ ഊരി വെക്കണം. എന്നിട്ട് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു പഴയ ഫ്രൈ പാനോ അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും അടപ്പ് പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഏതെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനൊരു അടപ്പ് പാത്രം അതിൻ്റെ മേലേക്ക് വെച്ച് അതിൻ്റെ മേലെ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ടായിന്. ആ ഒരു പാത്രം ചൂടാവോളോ ഹൈ ഫ്ലെയിമിലിടുക, പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക കേട്ടോ. എന്നാൽ പിന്നെ അങ്ങനെ ആകുമ്പോൾ അടി പിടിക്കണ പേടിയും കാര്യങ്ങളൊന്നുമില്ല, കരിയൊന്നുള്ള പേടിയൊന്നുമില്ല. നമ്മളത് സ്റ്റീലിൻ്റെ കുക്കറാണ്, അങ്ങനെ അടി പിടിക്കൊന്നുമില്ല. എന്നാലും നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തിന് നമുക്ക് റെഡി ആവും വേണം. ഇനിയിപ്പോൾ അഥവാ അടി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഉണ്ടാക്കാനുള്ള ടൈമും ഇല്ല. അപ്പം ഞാൻ ആ ഒരു പേടി കൊണ്ട് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചു. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കണം. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കിഴങ്ങൊക്കെ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ആ തൊലിയോട് കൂടിയിട്ട് തന്നെ മണ്ണും ചെളിയൊക്കെ വന്ന് കളഞ്ഞ് നല്ലോണം കഴുകിയിട്ട് കുക്കറിൽ ഇതേപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ചിക്കൻ കട്ട്ലേറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു കിഴങ്ങ് പുഴുങ്ങണേക്ക് തന്നെ ഇതാ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം കിഴങ്ങ് കഴുകിയാൽ മതി, ചെളിയൊന്നുമില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ നമുക്ക്. അപ്പോൾ ആ കിഴങ്ങക്ക് ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറും കൂടെ ഇറങ്ങും. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുക, വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഞാനൊരു 4 വിസിലടിച്ചിട്ട് ഓഫ് ചെയ്തിട്ടേക്കാണ് കേട്ടോ. പിന്നെ ആ ഒരു ആവിയിൽ കടന്നിട്ട് അങ്ങനെ വെന്തക്കാണ്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ വേറെ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ നോമ്പ് തുറക്കാൻ സമയത്തേ വരുള്ളൂ. ചിലപ്പോൾ ബാങ്ക് കൊടുത്തോടുന്ന് നോമ്പ് തുറന്നിട്ടേ പോരുള്ളൂ കടയിൽ നിന്ന്. അപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ ഒന്നും ഉണ്ടാക്കാനുള്ള ടൈം ഉണ്ടാവില്ല. പിന്നെ അപ്പോൾ കറി ഉണ്ടാക്കാനൊന്നും ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്നും ഇങ്ങനെ തന്നെ, ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ചിക്കൻ കറി തന്നെയാണ്, എന്നും ചിക്കൻ കറിയുമ്പോൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കുറച്ച് ചിക്കന് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി മൺചട്ടിയിൽ. അപ്പോൾ ഒക്കെ പൊരിച്ച് കോരി മാറ്റണുണ്ട്. അപ്പോൾ ഇനി ചിക്കൻ കറി ഇതിൽ തന്നെയാണ് ഉണ്ടാക്കി വെക്കട്ടോ. എന്നാൽ അതും അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ വെന്തോളും. പിന്നെ വന്നിട്ട് നമുക്ക് ഒന്നും എടുക്കാൻ നിൽക്കണ്ടല്ലോ. പിന്നെ അവിടെ കണ്ടങ്ങൾ കുറേ തുണികളുണ്ട് കേട്ടോ, സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ചിരിക്കുന്നത്, അതൊക്കെ അലക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അലക്കി കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ വീഡിയോ ഒക്കെ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല. വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ റെഡിയാക്കിയിട്ട് വേണം നമുക്ക് കടയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ കലത്തപ്പം വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. കലത്തപ്പമല്ല, കുക്കറപ്പം വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ആവി പോണ കണ്ടില്ലേ. അപ്പോൾ നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്. ഇനി ആ ഒരു സ്മെല്ല് വന്നപ്പോഴാട്ടോ ഞാൻ ഒന്ന് തുറന്ന് നോക്കിയത്. അപ്പോൾ ഇത് വെന്തിക്കണോ നോക്കാൻ ഒരു പപ്പടക്കോലോ അല്ലെങ്കിൽ ഒരു ഈർക്കിൽ കമ്പോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്നിങ്ങനെ കുത്തി നോക്കാം. അപ്പോൾ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് ഇനി ചൂടോട് കൂടിയിട്ട് തന്നെ ഇത് നമ്മളിങ്ങനെ കുത്തി ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പം പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് കുക്കറിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയും ഒട്ടിപ്പിടിക്കില്ല, നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം സൈഡൊക്കെ ഒന്ന് ഒരു കത്തി കൊണ്ട് ഇങ്ങനെ വെടിയിച്ച് നോക്കി. പിന്നെ ഞാൻ വിചാരിച്ചേ ചൂടാറിയിട്ട് എടുക്കാമെന്ന് കേട്ടോ. വെറുതെ അർജൻറ്റ് കൂട്ടണ്ടല്ലോ, ടൈം ആയിട്ടില്ല നമുക്ക് കൊടുക്കാനുള്ള കേട്ടോ. പിന്നെ അതിൻ്റെ അടിയിൽ അവിടെ ഇത് സമൂസക്കുള്ള ഫില്ലിങ് ആട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഞാൻ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ നോമ്പായതുകൊണ്ട്. പിന്നെ പോയിട്ടില്ലെങ്കിലും ഗതികേടാണ്. അപ്പം കുറച്ച് സമൂസക്കുള്ള ഫില്ലിങ്ങും ഇവിടെ റെഡിയാക്കണം കേട്ടോ. പിന്നെ ബാവും കിച്ചണിലുണ്ടായിനി. അപ്പോൾ അതൊക്കെ വാട്ടിയെടുക്കാനൊക്കെ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ ഉള്ളി അരിഞ്ഞിടാനൊക്കെ ഉണ്ടാവും. പിന്നെ ചിക്കൻ കറിക്കുള്ള സവാളയും ഇവിടെ വഴറ്റാൻ വെച്ചിനി. അപ്പോൾ അതും ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇടാനുള്ള മസാലപ്പൊടികളൊക്കെ അതും ഇട്ട് കൊടുത്തു. അപ്പോൾ ബാബുവിൻ്റെ കൈ ഇവിടെ എത്തിക്കണം കേട്ടോ. അപ്പോൾ ഇനി ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കിയിരിക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ കടൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ട് നല്ല ലൈവായിട്ട് കിട്ടുന്ന പൊറോട്ട ഒരു കാക്ക ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് പൊറോട്ടയും വാങ്ങിയിട്ട് പോരാന്നൊക്കെയാണ് വിചാരിക്കണത്. ഞാൻ പിന്നെ അങ്ങനെ സുന്നത്ത് നോമ്പൊക്കെ ആകുമ്പോൾ അങ്ങനെ കടിയൊന്നും വേണമെന്നില്ല, എനിക്ക് ചായക്ക് കടിയൊന്നും വേണമെന്നില്ല. എനിക്ക് ചോറാണ് ഇഷ്ടം. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലോ എന്തെങ്കിലും കടി വേണോ, ഞാൻ നോമ്പ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൽക്ക് പത്തിരിയോ എന്തെങ്കിലും വേണം. അപ്പോൾ ഇന്നിപ്പോൾ പത്തിരി ഒന്നും ഉണ്ടാക്കാൻ ടൈമില്ലല്ലോ, അപ്പോൾ പൊറോട്ട വാങ്ങാമെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ കേട്ടോ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കറിയൊക്കെ അടുപ്പത്തായി. പിന്നെ ഇവിടെ
സമൂസൻ്റെ ഫില്ലിങ് ആയി, അത് ഞാൻ അപ്പുറത്തേക്ക് മാറ്റി വെച്ച്. പിന്നെ കട്ട്ലേറ്റിനുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആ ചട്ടി തന്നെ ഉണ്ടാക്കുകയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പാത്രങ്ങളും ഉണ്ടാവും കഴുകാൻ. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചിട്ട് വേണ്ട നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ. വൃത്തിയേടാക്കിയിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ മക്കളും ഹെൽപ്പ് ചെയ്യും കേട്ടോ, ചിഞ്ചുമോളും മഞ്ചുമോളും ഒക്കെ ഹെൽപ്പ് ചെയ്യും. കടയ്ക്കും തന്നെ ഓരും പോരലുണ്ട് കേട്ടോ. ഓർക്ക് രണ്ടാൾക്കും ഇപ്പോൾ ക്ലാസ് ഇല്ലല്ലോ. അപ്പോൾ ചിഞ്ചുമോൾ പിന്നെ ഉച്ച വരെ പഠിക്കാൻ നിൽക്കും. സെപ്റ്റംബറിലാണ് അവൾക്ക് എക്സാം. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരമൊക്കെ എൻ്റെ ഒപ്പം അതേപോലെ പാത്രം കഴുകാനോ അല്ലെങ്കിൽ കടയ്ക്ക് പോരാനോ ഒക്കെ ഞങ്ങളൊപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോകലില്ല. ഞാനും ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പം എണ്ണയ്ക്ക് ഇടുമ്പോൾ അങ്ങനെ പൊട്ടി ആകെ എണ്ണയൊക്കെ വൃത്തികേടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇല്ലാതെക്കാൻ ഉള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം. ഞാൻ നോമ്പിന് ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. എന്നാലും ഇപ്പോൾ കുറേ ആൾക്കാർ നമ്മളെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് അറിഞ്ഞോട്ടെ വിചാരിച്ചിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചിക്കൻ ക്രഷ് ചെയ്താണ്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കിഴങ്ങൊക്കെ വേവിച്ചപ്പം ചിക്കനും വേവിച്ചെടുത്തിട്ടുണ്ട് എല്ലാ കൂട്ടത്തിൽ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സമൂസയ്ക്കും കുറച്ച് എടുത്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ അതൊക്കെ വഴറ്റി കൊടുത്തതിന് ശേഷം കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിനി. നല്ല ചൂടും ഉണ്ട്. അപ്പോൾ ചൂടിൽ തന്നെ ഇതിങ്ങനെ ഉടച്ചെടുക്കാൻ, കൈ കൊണ്ട് ഉടച്ചെടുക്കാനൊരു ഗതികേടാണ്. അപ്പോൾ ഞാനിത് ഈ ഒരു കുന്തം കൊണ്ട് ഇങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ കട്ട്ലേറ്റിന് ഉണ്ടാക്കിയ മസാല ഉണ്ടല്ലോ, സവാള ഒക്കെ വഴറ്റിയെടുത്തത് ചെറിയ പാത്രമാണ്. അപ്പോൾ ആ മസാല ഇതിലേക്ക് ഇട്ടിട്ടാണ് ഒക്കെ കൂടെ മിക്സ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് പിന്നെ ഞാനിതിലേക്ക് കുറച്ച് റസ്ക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. റസ്ക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കുറച്ചിങ്ങനെ ടൈറ്റായിട്ട് കിട്ടും. മറ്റേത് ഈ ഉള്ളിൻ്റെ മസാലയും ആ കിഴങ്ങും മാത്രമാകുമ്പോൾ നമ്മളിത് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസായി പോവും, കുറച്ചൊരു അയവുണ്ടാവും കേട്ടോ. ആ കിഴങ്ങ് പുഴുങ്ങിയ വെള്ളത്തിൻ്റെ അംശമൊക്കെ അതിൽ ഉണ്ടായിട്ട് എന്താണെന്നറിയില്ല, ചെറുതായിട്ടൊരു എന്താ പറയുക, നല്ല ടൈറ്റായിട്ടാവില്ല, കുറച്ച് ലൂസായിട്ട് ഇക്കാരം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് എന്താ നമ്മളെ കട്ട്ലേറ്റ് നല്ല ഷേപ്പിലും കിട്ടൂല. അതേപോലെ തന്നെ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ അതേപോലെ കുറച്ച് റിസ്ക് പൊടി ഇതിലേക്കാണ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാവും തന്നെ നല്ല എന്താ കുറച്ച് കട്ടിയായിട്ട് കുറച്ച് ടൈറ്റായിട്ട് ഉണ്ടാവും. അതേപോലെ നമ്മളിത് ഉണ്ടാക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ അങ്ങനെ പൊട്ടിപ്പോവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് പിന്നെ കുറേ കട്ട്ലേറ്റ് അങ്ങനെ വേസ്റ്റായി പോകലുണ്ട്. അങ്ങനെ പൊട്ടുമ്പോൾ പിന്നെ അത് വീട്ടിൽ കൊടുക്കും. അങ്ങനെ ചെയ്യില്ല. നമുക്ക് കൂടുതൽ ഓർഡറൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നോമ്പിനൊക്കെ ഓർഡറൊക്കെ കിട്ടുമ്പോൾ എന്താ ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ അതേപോലെ പൊട്ടിപ്പോകലുണ്ടേനി. അപ്പോൾ അത് പിന്നെ കൊടുക്കാൻ പറ്റില്ലല്ലോ, ഷേപ്പും ഉണ്ടാവില്ല, കാണാൻ തന്നെ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ എനിക്കാരോ പറഞ്ഞു തന്നതേനി കേട്ടോ. ഞാൻ വീഡിയോയിലൊന്നും കണ്ടതല്ല, എനിക്കാരോ പറഞ്ഞു തന്നതാണ്. കുറച്ച് റിസ്ക് പൊടി ഇട്ട് നോക്കുകൊണ്ടെന്ന് പറഞ്ഞു തന്നതേനി. അപ്പോൾ ഞാൻ അതേപോലെ ചെയ്തപ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കട്ട്ലേറ്റ് കിട്ടിയിട്ടുണ്ടേനി. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ. നമ്മളെ നോമ്പിന് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ്. അപ്പോൾ അതിപ്പോൾ ഒന്ന് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ കുറേ ആൾക്കാർ പുതിയതായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടല്ലോ. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും പറഞ്ഞു തരലുണ്ട്. അപ്പോൾ അതേപോലെ ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. പിന്നെ കുറേ ആൾക്കാരുണ്ടല്ലോ ഇപ്പോൾ കാറ്ററിംഗ് ഒക്കെ ചെയ്യണ വീട്ടമ്മമാർ ഞാൻ കാണലുണ്ട് കേട്ടോ. ചില ആൾക്കാർ വീഡിയോസൊക്കെ ചിലപ്പോൾ മുഴുവനൊന്നും കാണൂല, അതുകൊണ്ടാണ് കമൻ്റൊന്നും ഇടാത്തത്. അപ്പോൾ എന്തായാലും ഒരു ഉപകാരം ആയിക്കോട്ടെ വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അങ്ങനെ നമ്മളെ കട്ട്ലേറ്റൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. റിസ്ക് പൊടിയിലൊക്കെ മുട്ടൻ്റെ ബാറ്ററിലൊക്കെ മുക്കി റിസ്ക് പൊടിയിലൊക്കെ കോട്ട് ചെയ്തെടുത്ത് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് പൊരിച്ചെടുക്കണം. അപ്പോൾ കട്ട്ലേറ്റ് ഞാൻ വീട്ടിൽ നിന്നാണ് പൊരിച്ചെടുക്കുന്നത്. മറ്റേതൊക്കെ പിന്നെ അവിടെ ചെന്നിട്ട് അവിടെ നിന്നുമാണ് കേട്ടോ, കടയിൽ നിന്നാണ് കേട്ടോ പൊരിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊരു 5 ഒക്കെ ഇടാം. പക്ഷേ കുറേ കുത്തിക്കുള്ളിച്ചിട്ട് കഴിഞ്ഞാലേ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോവും. പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ എണ്ണ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാലും ആ എണ്ണ വേസ്റ്റാണ്. പിന്നെ ആ എണ്ണ ഒന്നിനും പറ്റൂല. ഇന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഞാൻ ആ എണ്ണ യൂസ് ചെയ്യലുണ്ട്. ഇപ്പോൾ പഴംപൊരി പൊരിച്ചെടുക്കുമ്പോൾ പഴംപൊരി പൊരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ എണ്ണയിൽ നെയ്യപ്പം ഉണ്ടാക്കും. അന്നത്തെ ദിവസത്തിന് എടുക്കും, പിന്നെ എടുക്കലില്ല കേട്ടോ. പിന്നെ പഴയ എണ്ണയെ നമ്മൾ യൂസ് ചെയ്യലില്ല. പിന്നെ അതിനനുസരിച്ചിട്ട് തന്നെ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ അങ്ങനെ ബാലൻസ് ആയിട്ട് ഉണ്ടാവില്ല. കട്ട്ലേറ്റ് പൊരിച്ചാൽ പിന്നെ ആ ഒരെണ്ണ വേറെ ഒന്നിനും പറ്റൂല. അപ്പോൾ ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ പൊരിച്ച് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എവിടെയും പൊട്ടിപ്പോവേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അറിയാത്ത ടിപ്സ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുകൊണ്ട്. ചില ആൾക്കാരൊക്കെ പറയലുണ്ട് എന്തെങ്കിലും റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഹൈഫ കിച്ചൻ നോക്കും എന്നൊക്കെ പറയലുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കേൾക്കുമ്പോഴല്ല, കാണുമ്പം കമൻറ്റിൽ കാണാം എന്തെങ്കിലുമൊക്കെ
റെസിപ്പീസ് തപ്പണേ ഇന്ന് കറി ഉണ്ടാക്കാനോ ഒന്നുമില്ല, ഇന്നിപ്പോൾ എന്താ കൂട്ടാണ്ടാക്കുക വിചാരിച്ചിരിക്കേനെ. അപ്പം എന്താ മോള് പറഞ്ഞു ഉമ്മച്ചിയെ ഐഫ കിച്ചൻ നോക്കിയെന്ന് പറഞ്ഞു. ഞാൻ വെണ്ടക്ക കറി ഉണ്ടാക്കി എന്നാണ് കേട്ടോ ആ ഒരു കമൻറ്റിൽ, ആ ഒരു വീഡിയോൻ്റെ കമൻറ്റിൽ കണ്ടീന് ഞാൻ. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു തരുന്നത് കേട്ടോ. ചില ആൾക്കാർ വിചാരിക്കോ ഓക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാം, അങ്ങനെ കരുതരുത്. എനിക്കൊന്നും അറിയില്ല, ഞാൻ വലിയ ഷെഫും അല്ല. ഞാൻ ഇതേപോലെ വീഡിയോ ഒക്കെ ഇടുമ്പം എനിക്കറിയാത്ത കാര്യങ്ങൾ എത്രയോ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് നിന്ന് തന്നെ പഠിച്ചിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ ചില ഇക്കമാരൊക്കെ തന്നെ ഒരു പെങ്ങളാണെന്നുള്ള രീതിയിൽ എനിക്ക് എന്തൊക്കെയോ പറഞ്ഞു തരലുണ്ട് നമ്മൾ കാറ്ററിംഗ് ഒക്കെ ചെയ്യുമ്പോഴേ. ഇപ്പോൾ ബിരിയാണിക്ക് തന്നെ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടാൽ ഞാൻ എന്നോട് പറയും അങ്ങനെയൊന്നും ഇടണ്ട, ഈ ഉണ്ടാക്കണ പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി, അങ്ങനെ ഉണ്ടാക്കിയാലും ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറയലുണ്ട് കേട്ടോ. അങ്ങനെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അതൊക്കെ പറഞ്ഞു തരലുണ്ട്. അപ്പോൾ കലത്തപ്പം കണ്ടോ, പിന്നെയും കലത്തപ്പം എന്ന് പറയില്ലേ, കുക്കറപ്പം കണ്ടോ, അടിപൊളിയായിട്ടില്ലേ. അതേപോലെ കഴിച്ചിട്ടും തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിനി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിത് പറഞ്ഞല്ലോ, ഇതിപ്പോൾ ആർക്കെ കൊടുക്കണ ആളെ പേരും ഞാൻ പറഞ്ഞുതരുവാണെങ്കിൽ, ഇത് എൻ്റെ ഒരു HS ഉണ്ട് ഹാജറത്ത എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് മുന്നേ ഒരു ഇതേപോലെ കുക്കറപ്പത്തിൻ്റെ റെസിപ്പി ഷോർട്സ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിനി. ആ വീഡിയോ കണ്ടിട്ട്, ആ വീഡിയോ ഇപ്പോൾ 2-3 ദിവസം മുന്നേ തോന്നുന്നുണ്ട് ഇത്ത കണ്ടത്. അപ്പോൾ എന്നോട് പറഞ്ഞ് എൻ്റെ കലത്തപ്പം കണ്ടിട്ട് എനിക്ക് കഴിക്കാൻ പൂതിയായി എന്ന് പറഞ്ഞ്. അപ്പം ഇനി ഒന്ന് എനിക്ക് ഉണ്ടാക്കി തരുമുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇത്താക്ക് ഉണ്ടാക്കിയതാണ്. അപ്പം നമ്മളെ കട്ട്ലേറ്റും ഒക്കെ പൊരിച്ച് കഴിഞ്ഞു. ഇനിയിപ്പം ഇത് പാക്ക് ചെയ്യാനൊന്നുമില്ല, നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇത്താൻ്റെ വീട്. എന്നാലും ഞാനൊരു വാഴൻ്റെ ഇല വാട്ടിയിട്ട് അതിക്ക് ഇതേപോലെ വെച്ച് കൊടുത്താണ്ട് ഒന്ന് കവർ ചെയ്താണ്ട് ഒരു കവറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റിച്ചുവിൻ്റെ കയ്യിൽ കൊടുത്തയക്കാൻ വിചാരിച്ചു, സൈക്കിളുമ്മ കൊണ്ടുപോയി കൊടുത്തോളൂ. അങ്ങനെ അത് സെറ്റാക്കി. പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇനി അവിടെ സോപ്പും പൊടിയിൽ ഇട്ടച്ച സംഭവങ്ങളൊക്കെ, പിന്നെ അതൊക്കെ അലക്കാണ്ടേനി. അങ്ങനെ അതൊക്കെ അലക്കി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പോന്നു കേട്ടോ, കടയ്ക്ക് പോന്നു. പിന്നെ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ കട്ട്ലേറ്റൊക്കെ അപ്പം തന്നെ പോയി. കുറേ നേരം നമുക്ക് ഇന്ന് കടയിൽ നിൽക്കേണ്ടി വന്നിട്ടില്ല. 3 മണിക്ക് പോയി, പിന്നെ ഒരു 5:30-5:45 ആയപ്പോഴത്തിന് ഒക്കെ തീർന്നിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഇന്ന് നമ്മളെ വീഡിയോ കണ്ടിട്ട് വന്നതാണ് പറഞ്ഞാണ്ട് 2 ആളുകൾ വന്നേന് കേട്ടോ കടയ്ക്ക്. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അവിടെ ചെന്നാൽ പിന്നെ ടൈം ഉണ്ടാവില്ല വീഡിയോ എടുക്കാനൊന്നും കേട്ടോ. പിന്നെ ഞാൻ തന്നെയല്ലേ ഈ ഒരു വീഡിയോ എടുക്കണതും. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ചേ കാണുന്നുള്ളൂ കേട്ടോ. ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കി ഇവിടുന്ന് പോയി, പിന്നെ പഴംപൊരി അവിടെ ചെന്നിട്ടുണ്ടാക്കി, സമൂസ ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്കും ഷെയറൊന്നും ചെയ്യാൻ മറക്കരുത്. താങ്ക്